മൂന്നാർ പോകുന്നവർക്ക് നല്ല ഭക്ഷണം കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. എന്നാൽ ഈ ബെസ്റ്റ് ചോയ്സാണ് ഇതാ ഈ ഹോട്ടൽ. ഇവിടെ ഒന്ന് കയറി നോക്കണം. നമ്മൾ യാദൃശ്യമായിട്ട് കണ്ട് കയറിയതാണ്. പക്ഷേ അലിബാബ നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നല്ല ഒരു 41 ഇനം ഡിഷ് എപ്പോഴും അവിടെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ഒരു 3-4 കൂട്ടം ഡിഷുകളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഉള്ളത് വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിഷ്, നല്ല ഡിഷാണ്. നല്ല മാന്യമായ സമീപനവുമാണ്. പോകുന്നവരൊന്ന് മൂന്നാറ്റ് പോയെന്നവർ അവിടെ കയറി നോക്കൂ, നമുക്കറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ആംബിയൻസൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ, എത്ര വണ്ടി വന്നാലും ഇടാനുള്ള ഇടയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ബാത്റൂമാണെങ്കിലും നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് കേട്ടോ. പക്ഷേ ഈ ബില്ലത്ര മോശമൊന്നുമല്ല, നല്ല ന്യായമായ കഴുത്തറപ്പം ബില്ല് തന്നെയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ ഞാനിടുന്ന ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. ട്രാവലും ഫുഡുമാണ് എൻ്റെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഏതായാലും മറക്കണ്ട, മൂന്നാർ പോകുന്നവർ ഈ ഹോട്ടലിൽ നിന്ന് കയറി നോക്കൂ. നല്ല ഹോട്ടലാണ്, നല്ല ഭക്ഷണങ്ങൾ കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം പറയാൻ കേട്ടോ, കഴുത്തറപ്പം ബില്ലാണേ, അതെല്ലാവരും ഓർത്തോണം. പിന്നെ ഈ പാർക്കിംഗ് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. അതുകൊണ്ടൊക്കെ ഞാൻ ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. നമ്മൾ പോയപ്പോൾ ഈ പറഞ്ഞ 40 ഡിഷൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഫ്രൈഡ് റൈസും പൊറോട്ടയും ചിക്കനും ഇങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പുലാവൊക്കെ ഉണ്ട്. പുലാവ് അത്ര വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും സാധാരണ രീതിയിൽ കയറി ഒന്ന് കഴിക്കാനൊക്കെ ഉണ്ട്. ഈ ടൗണിനകത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആ ഒരു വലിയ വൃത്തികേടൊന്നുമില്ല. എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിടുന്ന ഇതുകൂട്ട് വീഡിയോ ഒക്കെ എല്ലാവർക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു.